ഹലോ, അപ്പോൾ നമ്മളിന്ന് ഖത്തർ ടു ദുബായിലേക്ക് പോവാം കേട്ടോ. ഇപ്പോൾ സമയം 4 മണിയാണ്. ഈദിൻ്റെ ഹോളിഡേ ടൈമിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ സാധനമൊക്കെ ഞങ്ങൾ രാത്രി എടുത്തു വെച്ചു. രാവിലെ അധികം തിരക്കുണ്ടാവില്ല വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ തിരക്കൊന്നുമില്ല. ഇന്നത് ഖത്തർ എമിഗ്രേഷൻ കേട്ടോ. നമുക്ക് ഉള്ളിലേക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഖത്തർ എമിഗ്രേഷൻ വേഗം കഴിയും. പിന്നെ സൗദി എമിഗ്രേഷനിലാണ് കുറച്ച് ടൈം എടുക്കുന്നത്. നമ്മൾ കൈയിൻ്റെ തമ്പിൻ്റെ ഇത് എടുക്കണം, സ്കാൻ ചെയ്യണം. പിന്നെ നമ്മുടെ വണ്ടി സ്കാൻ ചെയ്യണം. വണ്ടീൻ്റെ ഉള്ളിൽ പോലീസുകാർ വന്ന് ചെക്ക് ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ അവിടുന്ന് കഴിഞ്ഞു നമ്മളിപ്പോൾ ദുബായിലെത്തി. ദുബായ് എമിഗ്രേഷനും വേഗം കഴിയും. കുട്ടികൾക്ക് അധികം ടൈം അവിടെ ഇല്ല കേട്ടോ. വലിയ ആളുകൾക്കാണ് ഫോട്ടോ എടുക്കുന്നത്. എൻ്റെയും ഹസ്ബൻഡിൻ്റെയും മാത്രമായിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ദുബായിലും വലിയ കുറേ ടൈം നിൽക്കേണ്ട ആവശ്യം വന്നില്ല. വണ്ടി ഇതേപോലെ സ്കാൻ ചെയ്യാനുണ്ടായിരുന്നു, അതും വേഗം കഴിഞ്ഞു. നമ്മൾ ഇപ്പം അബുദാബിയിൽ എത്തിയിട്ട് അബുദാബിയിൽ ഇതേപോലെ തന്നെ അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുന്നിൽ കൂടി കേട്ടോ പോയത്. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈദ് ഹോളിഡേ ഉണ്ട്, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് 1 hour ഉണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പം ബുർജ് ഖലീഫിൻ്റെ അടുത്ത് എത്താനായി. ഏകദേശം ബുർജ് ഖലീഫിൻ്റെ ആ ഏരിയയിൽ തന്നെയായിരുന്നു ഞങ്ങൾ. കാരണം ആ വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഹോട്ടലായിരുന്നു. ഇവിടെ ഹോട്ടലിനെക്കാട്ടും കൂടെ അപ്പാർട്ട്മെൻറ്റുകളാട്ടോ. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ കയറുമ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി റൂമിൻ്റെ. പിന്നെ രണ്ടാമതും കയറി ഇറങ്ങി വീഡിയോ എടുത്തതാട്ടോ. അപ്പോഴത്തേക്കും ഇനി കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് കച്ചറയൊക്കെ ഇടും. അപ്പോൾ അതിൻ്റെ മുന്നേ എടുത്തതാണ്. ഇവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ കിച്ചണും എല്ലാം ഉണ്ടാവുമല്ലോ. ഒരു ലിവിങ്ങും ഒരു ബെഡ്റൂമും പിന്നെ 2 ബാത്റൂമും ഉണ്ടായിരുന്നു. ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. ഞങ്ങളൊരു ഏകദേശം ഒരു 3:30 ആകുമ്പോൾ തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. രാവിലെ മോർണിംഗ് 4 o'clock പോകുന്നതാണ്. അമ്മുവിന് ബാൽക്കണി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമുക്ക് പുറത്തേക്ക് കാണാൻ നല്ല രസമായിരുന്നു. മോർണിംഗിനും നൈറ്റും നല്ല രസമാണ് കേട്ടോ. നമുക്കിവിടെ ഇരുന്നാൽ തന്നെ ടൈം പോകും. പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഈവനിങ് ആകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് സിമ്മൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സിമ്മൊക്കെ പുറത്ത് പോയിട്ട് വാങ്ങാൻ വിചാരിച്ചിട്ട് അതിന് തൊട്ടടുത്താണ് ദുബായ് മാൾ ഉള്ളത്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. ബുർജ് ഖലീഫിലേക്ക് നടക്കാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ വേഗം പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ നമുക്ക്. പിന്നെ സിമ്മ് വാങ്ങും വേണം ദുബായ് മാളിൽ പോയിട്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ബുർജ് ഖലീഫിലേക്ക് പോകാനുള്ള ആ ഒരു ഇതിൽ നിൽക്കുക കേട്ടോ. അപ്പം അതിന് മുന്നേ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തോളൂ. പൊന്നിനും പിന്നെ ഈ ബാൽക്കണി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവിടെ ഇരിക്കാനും പിന്നെ കുറച്ച് ടൈം ഞങ്ങൾ പോയി വന്നതിൻ്റെ ഒരു ക്ഷീണത്തിന് ചെറുതായിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഖത്തർ ടു ദുബായ് എനിക്ക് തോന്നുന്നു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എത്തുമായിരുന്നു. ഒരു 8 മണിക്കൂർ ഏകദേശം വേണം കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം നിന്നുകൊണ്ടാണ് കുറച്ച് ലേറ്റായി ഒരു 3 മണിയാകുമ്പോൾ എത്തിയത്. ഇപ്പോൾ ബുർജ് ഖലീഫിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.